കോടതി വിധി സ്വാഗതം ചെയ്യുന്നു. ഇത് ഗവർണർക്ക് നിയമപരമായി മാത്രം ഏറ്റ തിരിച്ചടിയല്ല, രാഷ്ട്രീയപരമായി ഏറ്റ തിരിച്ചടിയായി കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഭരണഘടനാ പദവിയെ തികച്ചും രാഷ്ട്രീയപരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. RSSന്റെ തീരുമാനങ്ങൾ, അജണ്ടകൾ കേരളത്തിലെ സർവകലാശാലകളിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനെതിരായിട്ടായിരുന്നു ഞങ്ങളുടെ സമരം. ഇതിപ്പോ നിലവിൽ സർവകലാശാലകളെ സംഘപരിവാരവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഗവർണറുടെ തീരുമാനത്തിനും ഇടപെടലിനും മാത്രമായിട്ട് തിരിച്ചടിയല്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ കൊടുത്ത ആളുകൾ ആരൊക്കെ എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഈ നാട്ടിലെ RSSകാർ എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ, കേരളത്തിലെ UDF ഉൾപ്പെടെ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഗവർണർക്ക്, ചാൻസലർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് മുഴുവൻ ഈ ചാൻസലർ മുന്നണിയിലുള്ള മുഴുവൻ ആളുകൾക്കും ഏറ്റ തിരിച്ചടിയായിട്ടാണ് ഈ വിധിയെ ഞങ്ങൾ കാണുന്നത്. അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. ഇത് ആരംഭമാണ്. ഇതിന്റെ തുടർച്ചയിൽ ഇദ്ദേഹം നടത്തിയ മറ്റു ഇടപെടലുകളുണ്ട്. ഇപ്പൊ കേരള സർവകലാശാലയിൽ മാത്രമല്ല, കാലിക്കറ്റിലുണ്ട്, കണ്ണൂരിലുണ്ട്. ഇത്തരം ഇടങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള ഈ നിയമവിരുദ്ധമായ സർവകലാശാല ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇടപെടലുകൾക്കേറ്റ തിരിച്ചടിയായിട്ടാണ് കാണുന്നത്. കോടതി വിധിയെ സ്വാഗതം ചെയ്തു. അല്ലെ, നിലവിൽ പുതിയ നിയമനം 6 ആഴ്ചയ്ക്കകം നടത്തണമെന്ന നിർദ്ദേശമുണ്ട്. ഇനി അതിനിടയിൽ മറ്റെന്തെങ്കിലും നിയമപരമായ സാധ്യതകൾ ഗവർണർ തിരയാൻ സാധ്യതയുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ ഹർഷയ്ക്ക്? അതെ, സ്വാഭാവികമായും അദ്ദേഹം ഏത് നിലക്കുള്ള ഇതിന്റെ തുടർ നടപടികളുമായി പോയാലും അതിനെ ആ നിലയ്ക്ക് തന്നെ പ്രതിരോധിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് SFI കണ്ടുപോകുന്നത്. ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിയമനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആ നിയമനം സർവകലാശാല ചട്ടങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി മെറിറ്റ് പാലിച്ചുകൊണ്ട് ആയിരിക്കണം. അത് രാഷ്ട്രീയ പൊളിറ്റിക്കൽ RSSന്റെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്.